ഇന്നലത്തെ കക്കാടംപോയിൽ ഈ ബൈക്ക് കാരണം മൂഞ്ചിന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മള് നീനു ഉണ്ട്, നമ്മളെ കുഞ്ഞാക്കും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പോവല്ലേ ഗൈസ്? എന്താണ് ഇന്ന് ജോയിൻ ചെയ്തില്ല, എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്താ പറയാനുള്ളത്? ഇല്ല, മൂഞ്ചിട്ടില്ല. റൈഡർ റൈഡർ അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറ്റിക്കരുത് നിങ്ങളെ. അങ്ങനെ ഞങ്ങളിപ്പോ അരീക്കോടാണ്. എല്ലാരും കോട്ടൊക്കെ ഇട്ട് വരുന്നേക്ക് നല്ല മഴയായിരുന്നു. കോട്ടൊക്കെ ഇട്ട് സെറ്റാണ്. ഞങ്ങള് നിനുവിനിട്ടും വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈനലി കുഞ്ഞാക്കെത്തി. പുതിയ കോട്ട്, നിനുവിന്റെ പുതിയ കോട്ട്. എന്നാ പോലെ ഇനി ലേറ്റ് ആക്കണ്ട. അതെ അതെ, നമ്മളൊപ്പല്ലവരാണ് പോണൊക്കെ. അതെ അതെ അതെ, എല്ലാരും കൂടി ആണ്. പോപ്പിൻസ് മിഠായി പോണ കാര്യണ്ട്, നല്ല കോമഡിയാണ്. നല്ല വൈബ്. ഇത് നീനു, കുഞ്ഞാക്കാണ് ജിനി. നീനു 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 ലോബി 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 ലോബി. ഋതുവാണത്. അവിടെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മുന്നിൽ ജിനി ഉണ്ട്. ജിനിയ ഞങ്ങൾ കക്കാടംപോയിൽ പോണ റൂട്ടിലാണ്. നല്ല രസമുള്ള വ്യൂ കണ്ടപ്പോ എല്ലാരും കൂടി. ഇവിടെ പോപ്പിൻസ് മാതിരിയാണ്, എല്ലാരും ഉണ്ട് ഓരോ കളറില്. നല്ല ചില്ല് ക്ലൈമറ്റും അടിപൊളിയാണ്. നമ്മളിവിടെ ഹരം കൊണ്ട് കയറി വന്ന 2 ടീംസാണ്. റെയിൻകോട്ട് പോലും അതൊക്കെ പോകുന്നത് ലാസ്റ്റ് വാങ്ങി. സ്വന്തം ആന വണ്ടി കക്കാടംപോയിത്തെ. നമുക്ക് കക്കാടംപോയിൽ എന്തെങ്കിലും ചെറുത് ലൈറ്റ് ഒക്കെ തിന്നിട്ട് ഒപ്പം കയറാം. നമ്മൾ കക്കാടംപോയി പോകുന്ന അടുത്ത റൂട്ടിൽ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആട്ടാ. എന്നൊക്കെ അവിടെ കൂടെ ഇറങ്ങിയിരിക്കണേ, നല്ല രസമുണ്ട്. നമ്മളാ കൂടെ ഉള്ളൊരു മുന്നിൽ പോയിക്കണേ. ഇവിടെ കുരിശ് നോക്കാണ്. കുരിശ് എവിടെയെന്ന് വെച്ചാൽ ഇതാണോ, അതാണ് കുരിശ്. ഈ കുരിശുമലയ്ക്കാണ് നമ്മൾ ആക്ച്വലി പോകുന്നത്.
അപ്പൊ സെറ്റല്ലേ ഗൈസ്? വ്ളോഗാണ് അവസ്ഥ. ഇന്ന് പമ്പൊന്നുമില്ല ഇവിടെ, അതുകൊണ്ട് ഈ അധികം കഴിക്കാൻ നിൽക്കരുത്. അതെ അതെ അതെ, ഇത് ഓപ്പൺ എയറിലുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതെ, എന്റെ മോടി കുറെ ഇത് പണിതിട്ടോണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം റോഡ് കുറച്ച് മോശമായിക്കണേ, മഴ പെയ്തതിന് ശേഷമാണ് തോന്നുന്നുണ്ട്. ഫുള്ള് കുത്തിയൊലിച്ച് വന്നിട്ട്, പക്ഷെ നല്ല വൈബാണ്, ക്ലൈമറ്റൊക്കെ അടിപൊളി. അല്ല, ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ വന്നിട്ടോ. പണ്ട് വന്നതിലേറെ കൂടുതൽ റിസോർട്ടുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പണ്ട് ഇവിടെ 2012 വന്നത് ഇവിടെ ഒന്നും ആക്ച്വലി ഒന്നും ഇല്ലെന്ന് വേണമെങ്കിൽ ഭയങ്കര. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സാബിത്ത് പറയും, അവൻ്റെ ഉപ്പാക്ക് കുറച്ച് JCB അങ്ങനത്തെ പരിപാടികളാണ്. അങ്ങനെ വന്നത്. നമ്മളിവിടെ എത്തി. നമുക്കിവിടെ ലെഫ്റ്റിക്കാണ് ഇറങ്ങേണ്ടത്. ലെഫ്റ്റിക്ക് ചായക്കട ഉണ്ടോ? അന്ന് ചായ അടിച്ചിട്ട് വരാം. നമ്മള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മള് ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ കട്ടറി ആടി പോവാണ്. അയ്യോ, ഞങ്ങൾ ഷേക്കാണ്ട് പോണേ. ലേറ്റ് ആയിട്ടെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. കുഞ്ഞാക്ക ആക്ച്വലി വലിയൊരു ക്രൗഡ് എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്, പക്ഷെ ഇന്ന് ക്രൗഡ് ഇറങ്ങിയ സംഭവമല്ല. അങ്ങനെ പറയാൻ പറ്റില്ല, കുറച്ച് പേരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളിവിടെ റീലില് കാണുന്ന ഫുള്ള് ഇതാണ് ആ റോഡ്. റീലില് കാണുന്നത് ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ് റീലില്. പക്ഷെ ഇവിടെ അങ്ങനത്തെ തോന്നില്ല. വർക്കിംഗ് ഡേയ്സിൽ വന്നാൽ മതി. ഞങ്ങളിവിടെ ചായ എടുക്കാൻ നിർത്തിയാണ്. ഇവിടെ എന്തോ പൊരിഞ്ഞ അടി നടക്കുന്നത്. അങ്ങനെ ജിജുവിന് ജോലി ഇട്ടിട്ട് ആകെ 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഹാഫ് ഡേ ലീവ് ഇവിടെയാണ്. മറ്റേ ആൾ ഇതാണ് മോട്ടറായി വന്ന എന്റെ അമ്മോനെ. എന്റെ അമ്മോന്റെ ആട്ടോ ഈ ബൈക്ക്. ഞങ്ങൾ ഇന്നലെ ഇത് വാങ്ങി പോകുന്നതായിരുന്നു. എന്നിട്ട് അതില് ഡിന്നെ കൊണ്ട് പെട്രോളൊക്കെ അടുപ്പിച്ച് ഇന്ന് വെല്ലാവും കൊണ്ട് വരികയാണ്. മര്യാദക്ക് പെട്രോൾ അടിച്ചു തന്നോണ്ടി. അതെ അതെ അതെ. അന്ന് രാവിലെ ജുമയൊക്കെ ഇറങ്ങണേ വെള്ളയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. പിന്നെ മാറ്റിപ്പിച്ചാണ് MDC കണക്ക് എടുക്കുക. കാരണം എന്റെ അനിയൻ ലീവ് ഇടാണ്. ലീവ് റിക്വസ്റ്റ് ഉണ്ടാവും. നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ ആണ് പ്ലസ് ബട്ടൺ ആപ്പ്. അതില് എന്നോട് ആരാ പോരാൻ പറഞ്ഞു? ഞങ്ങളൊക്കെ ഹാഫ് ഡേ ഇട്ടു. സ്വാധീനം എടുത്താ ഇതൊന്നും ഓഫീസിൽ പോണോ? ഇത് പണ്ട് മാമുക്കോയ ഇറങ്ങില്ലേ, ജോലി ഇട്ടിട്ട് വേണം ലീവ് എടുക്കാൻ. കുഞ്ഞാക്ക നിങ്ങളൊക്കെ ചായ എന്നുണ്ട്? കക്കടം പോയത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈ സ്ഥലം കാണാൻ വന്ന തിന്നാ. നമ്മള് നേരത്തെ 8 ആളെന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മള് ശരിക്കും 10 ആളുണ്ട് കേട്ടോ. ജിജു എന്താ പറയാൻ വന്നു? പറയാം. ട്രിപ്പിന്റെ ഫസ്റ്റ് ദിവസം ഫ്ലോപ്പ് ആയിരുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ദിവസം ഉഷാറാക്കി. 3 വണ്ടിയിൽ 5 വണ്ടിയായി. അതെ, ആദ്യത്തെ ദിവസം വല്ല വണ്ടിയാണ് നാശമായത്. നല്ല ചൂടുള്ള ചായ, കേക്ക്, അനിയന്, അനിയത്തി, പെണ്ണുങ്ങള്, കസിന്, അമ്മോന്, നല്ല വൈബാ. അപ്പൊ സെറ്റല്ലേ ഗായ്സ്? അപ്പൊ നമ്മളെല്ലാരും കൂടി നടന്നു കയറും. ഇന്ന് കുഞ്ഞാക്കാനൊന്ന് ശരിക്കും ഫോട്ടോ എടുത്ത് വെക്കട്ടെ. മാമി എന്താ കാട്ടാവോ? അതെ, ഡാമേജുകൾ ഇന്ന് ഉണ്ടാവും ഉറപ്പാണ്. കടമ്പോയിക്ക് പോകുന്ന വഴിന്റെ തൊട്ടുമുന്നായിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ 5 ബൈക്സ്. പിന്നെ ചത്താലും ചമങ്ങി എടുക്കണം എന്നില്ലായിട്ടാണ്. ഇവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. എന്താടി നമുക്ക് കോൺഫിഡൻസ് തരും ലിപ്സ്റ്റിക്. എനിക്ക് പരീക്ഷക്കാരിലേക്ക് എപ്പോ ലിപ്സ്റ്റിക് ഇട്ട് പോകണം. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞങ്ങള് പോവാണ്. ഞങ്ങൾ ജീപ്പിൽ പോകാനുള്ള പ്ലാനാണ്.
അതെ അതെ, നടക്കാൻ മടിയാണ്, ലുബിക്കൊക്കെ നടക്കാൻ മടിയാണ്. അതെ, അങ്ങനെ ഈ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. ചെറിയലോട് രണ്ടാളോട് മുന്നിൽ അതാ അങ്ങനെ 10 ആൾ ഈ ജീപ്പില്. ഇവിടുത്തെ ജീപ്പിന്റെ റേറ്റ് ആൾക്ക് 50 രൂപ, ഒരാൾക്ക് 50 രൂപ എന്ന റേഞ്ചില്. മഞ്ഞയും പച്ച എല്ലാം ഉണ്ടല്ലോ ഇതില്. റോഡാണ്, റോഡ് നോക്കി റോഡില്ല ഗൈസ്. ഓടി നമ്മൾ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞപ്പോ ഇറങ്ങാൻ വേണ്ടി നിക്കണേ. 1 2 3 കാല് ഒരു 2 ഇറങ്ങുന്നുണ്ട്. 2 അങ്ങനെ നമ്മള് ഫസ്റ്റ് കുരിശുമല പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോട്ടെ ആൾക്കാർ പോട്ടെ. 1 2 3 4 4:30 5:30 6:30 8 10. നല്ല രസമാട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ വീക്കെൻഡ്സിലും ഇതിലൊക്കെ ഇറങ്ങുന്നേ. വേറെ വൈബാണ്. കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ആയാലും അല്ലെങ്കിൽ വീട്ടിലിരിക്കില്ല, വേറെ ഫ്രം ഹോം ഒക്കെയാണ്. ഞാൻ ഓൾറെഡി സ്പോർട്സ് മോഡ്. അത് ഏത് സ്ലിപ്പ് മോഡേ കാരണം ഈ മുൻപ് കക്കടംപോയലിന്റെ വീഡിയോസ് കണ്ടോല് ഭയങ്കര പച്ച കളറിലായിട്ട് കാണും. അത് സംഭവം കളർ ഗ്രേഡിയന്റ് കൊടുക്കണാണ് തോന്നുന്നത്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ കളർ. ഈ ഒരു ടൈമിൽ ഇത് കളർ ഗ്രേഡിയന്റ് കൊടുത്തിട്ടാണ് തോന്നുന്നത്. നമ്മൾ യൂട്യൂബിലും മറ്റും വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര കളറായിട്ട് വരുന്നു. ചുറ്റും എന്ത് തോന്നുന്നു? ഇപ്പൊ ഒന്നൊക്കെ തോന്നണില്ല. ഒരറ്റത്തേക്ക് വൈബ് പിടിച്ച് ജിനി അവിടെ നിൽക്കുന്നുണ്ട്. ഇന്റെ ചെരുപ്പ്, ഇന്റെ പാന്റ്, ഇന്റെ ടീഷർട്ട്, എന്റെ വാച്ച് ജോലി ചെയ്യാലേ. അടുത്ത മാസം മര്യാദക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കൊണ്ടി. എന്റെ അമ്മായിനെയും പറ്റിച്ച് വന്ന കുഞ്ഞാക്ക് എന്താ നിങ്ങൾക്ക് പറയാനല്ലേ? വന്ന് മുതലാവാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? അതെ അതെ. കുഞ്ഞു ബാക്കി അതെ കുരിശിതാ എന്റെ മുന്നില്. നല്ല പുൽമേട്. ഇതിന് പുൽമേട് തന്നെയല്ലേ പറയാ? പച്ച പുൽമേട്. മലയാള ഭാഷ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ കുറച്ച് അക്ഷരസ്ഫുടമാണ്. പണ്ഡിതയാണ് തോന്നുന്നുണ്ട്. ഇവിടെ ആൾക്ക് നല്ല കാഴ്ച കാണുന്ന രസമുണ്ട്. വീട്ടിൽ പോയ എന്താവുക എന്നുള്ള ടെൻഷനും ഉണ്ട്. റീലോ അല്ലെങ്കിൽ സ്റ്റോറിയോ എടുക്കും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള വർക്കാടാണ്. രണ്ട് കുപ്പിയാ? 3 നോക്കി. അങ്ങനെ ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിന് പറ്റിയൊരു പോയിന്റ് ചെയ്യുന്നു. പിന്നെ ഒന്ന്
കമ്പാരിറ്റീവ്ലി നമ്മളെ തിരക്കും കുറവായതുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോസ് ഇതൊക്കെ എടുക്കാൻ പറ്റി. ഇനി ഇതിൻ്റെ മേലത്തെ വ്യൂ കാണാനാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും കോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കല്ല, നടക്കി കൈ പിടിച്ച്. പിന്നെ കോട്ടിൻ്റെ ആവശ്യമാണ്. പക്ഷെ ഇത് സ്ലിപ്പറാണ്, ഭയങ്കര സ്ലിപ്പിയാണ്. നോക്കി കയറിട്ടാ കണ്ടോ, നല്ല രസമുള്ള വ്യൂ ആണ്. അങ്ങനെ അതിമനോഹരമായ വ്യൂ ഉണ്ട്. ഇറങ്ങി കക്ക കക്ക ഇറങ്ങി വിളിച്ചിട്ടുണ്ട്. എന്താണ് നമുക്കിപ്പോൾ കാണാം, ഈ വ്യൂ ആണ്. ഇതാണ് ആ വ്യൂ. നല്ല അടിപൊളി. അനിയൻ്റെ സുഗണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമ്മായിനെ ചൂടാക്കാൻ വേണ്ടി മോളെ വക ഉപ്പാൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കലാണ്. ഇത് ഇന്ന് രാത്രി കത്തും, ഇല്ലെങ്കിൽ ആ അമ്മായി കത്തിച്ചും. നിനുവിന്റെ അമ്മ സെമി കത്തിക്കും. അങ്ങനെ ഉമ്മാനെ ചമ്പി പോകുന്നതാണ് അല്ലേ. എങ്ങനെ രാവിലെ നീച്ച് പോകുന്നു ഉമ്മ അറിയാതെ? എന്നിട്ടോ അതുകൊണ്ട് പ്രശ്നമല്ല. ഇയാളെ കാര്യമാണ് ആലോചിക്കാൻ വയ്യാത്ത. ഇത് ഇവളെ നാത്തൂന്, ഇത് ഇവളെ നാത്തൂന്. അങ്ങനെ നാത്തൂൻ ഗ്യാങ്. ഇത് അന്റെ അനിയൻ, ഇത് പെണ്ണിന്റെ അനിയൻ. അല്ല, പെണ്ണിന്റെ ഏട്ടൻ. അവിടെ ഇതിന് നല്ല വ്യൂ ആണ്. കാര്യം പറയാം, കമോൺ. അതെ 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 അതെ. ഞങ്ങള് അപ്പുറത്തേക്ക് പോവാണ്. ഇവിടെ നൈസ് വ്യൂ ആണ്. ഇവിടെ അങ്ങനെ അട്ടന്റെ ശല്യമൊന്നുമില്ല. നമ്മള് ബ്രഹ്മഗിരിയോ അവിടെ ഇവിടുത്തെ ട്രക്കിങ്ങിന് പോകുന്ന അത്ര ലെങ്ത്തും ഇല്ല. ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൂ തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ ടയേർഡാവുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ താഴേന്ന് ജീപ്പിന് വരികയാണെങ്കിൽ തീരെ ടയേർഡാവില്ല. ഈ ഒരു ചെറിയൊരു കുന്ന് കയറാൻ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഏജ്ഡ് ആയവർക്കൊക്കെ കയറട്ടോ. അതിന് മാത്രമല്ല കുത്തനെ കയറ്റം അങ്ങനത്തെ ഇതൊന്നുമില്ല. നോർമലി ഇവർക്കൊക്കെ കയറാം. വെയിലും ഇല്ല, മഴയില്ല. ആ കോട ഉണ്ട് വെച്ചാൽ അപ്പുറത്തെ ഇതിനുണ്ട്. ഇത് ഇങ്ങോട്ട് വരുമായിരിക്കും, കാറ്റൊക്കെ അടിച്ച്. നൈസ് വരും. ഇത് വന്നു രൂപ ഫസ്റ്റ് ടൈമാണ് ക്ലാസ്സിലെ. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഇതെന്തിനാ കുരിശ് കുരിശ് പറയണേ? ഞാനൊരു കുരിശിനെ കെട്ടിയ കണ്ടതല്ലേ. ഇതുപോലെ നല്ല കട്ടില്ല കോടയുണ്ട്. പിന്നെ നമ്മൾ താഴ്ന്നൊരു കുരിശ് സൂം ചെയ്തിരുന്നില്ലേ, ആ കുരിശാണിത്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ കുരിശിനെ കണ്ടുപോയതാണ്. ജലദോഷം പിടിച്ചിട്ട് പിടിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഓടിക്കേറും. നിങ്ങളാരും ജീപ്പിന് വന്നതല്ല, ഇവിടെ കോട്ട് പറത്തി വിടാനുള്ള പരിപാടിയാണ്. അത് പോയാൽ ഞാൻ വാങ്ങിട്ട് കേട്ടോ. താഴത്തോളം മഴ ഉള്ളേണ്ടി വരും. ഏനുണ്ട് അങ്ങനെ ഇവിടെ ഇവര് കുട്ടികള് അവരെ കോട്ട്, ഈ 200 രൂപയുടെ കോട്ട് എന്തായാലും വൈബാക്കാം. ഇതിൽ പാൻറ്റും കൂടി ഉള്ള സാധനം വാങ്ങിയാൽ ഭയങ്കര രസമാണ്. മറ്റേത് ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ വരും. അതെ, വീണ്ടും എന്റെ അനിയത്തി. അടാ, ഇതെന്താ അയലും ഇടുക? എന്താ ചോദിച്ചാ? ആ, കോട വരുന്നുണ്ട്, കോട വരുന്നുണ്ട്. ഈ കുട്ടികളുടെ ഇടയിലുണ്ട് ഈ താത്ത. വീക്കെൻഡിലൊക്കെ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞാല് വീക്കെൻഡ് കുട്ടികൾക്കൊക്കെ നല്ല രസകരം. ഇതൊന്നും കുട്ടിയല്ല കേട്ടോ, 10-22 വയസ്സുണ്ട് ഈ കാണുന്ന എല്ലാത്തിനും. അതിന്റെ അനിയത്തിയാണ് ഇപ്പൊ ഏറ്റവും ചെറുത്. പക്ഷെ അവർക്കൊക്കെ ഒരു വൈബ്. ഇവിടെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് നീച്ചെന്നോണ്ട് ഡ്രസ്സ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹവായി ചെരുപ്പൊക്കെ കിട്ടില്ല വരുവാണ്. ഓൾ ദ നൈറ്റ് അല്ല, എവറി നൈറ്റ് ഇൻ മൈ ഡ്രീം I see you, I feel. ആ ബാക്ക് വീഴണ്ട, അവിടെ കല്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് പ്രായമായാലും പ്രശ്നമില്ല, അങ്ങോട്ട് കയറി വരാൻ പറ്റുന്നു. ഇവിടെ ഉണ്ടോ ഒരു ഉമ്മ, ഇവരൊക്കെ അത്യാവശ്യം പ്രായമുള്ള ഉമ്മയാണ്.
അപ്പോൾ ഇറങ്ങി ഇവിടേക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്പോട്ട്. അങ്ങനെ ട്രക്കിങ് ഇപ്പോൾ ഞങ്ങളിതിന് മുന്നേ പോയ ബ്രഹ്മഗിരി ഇവിടെ ഒന്നും ഇങ്ങനെ ഫാമിലി ആയിട്ട് ഉമ്മാർക്കൊന്നും പോരാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നൈസാണ്. ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ, പിന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ്, വൈഡ് ഏരിയ ആണ്. ചിലയിടത്ത് ഭയങ്കര ക്രൗഡഡ് ആവില്ല. ഇവിടെ ക്രൗഡഡ് ആണെങ്കിൽ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാനുള്ള ആ ഏരിയ കൂടെ ഉണ്ട്. ഇയാളെ പിന്നെ നമ്മള് സ്റ്റോറേജ് റൂമാണ്. കുപ്പിപ്പാട്ട് ശാളെ അങ്ങനെ ഇവിടെ മാനെ കുയിന്തൊരിപ്പിക്കാനും വേണ്ടി ഫാമിലി ഗ്രൂപ്പിൽ ഇടാനും വേണ്ടി ഇവനെ കൊണ്ട് ഞങ്ങളെ ഫാമിലി ഫോട്ടോ എടുപ്പിക്കുകയാണ്. ഇതൊന്നും എന്തായാലും കത്തും. ഇയാള് നേരലാണ്. അതെ അതെ, അയ്യോ നേരലാണ്. ഇതായിരുന്നു നമ്മൾ നേരത്തെ താഴെ നമ്മളാ വാഷ്റൂമിൽ പോകാൻ നേരത്തെ, വാഷ്റൂമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു വാഷ്റൂമിൽ അവിടെ പോകാൻ നേരത്തെ എടുത്ത കുരിശ്. അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ നോക്കാം. നമ്മൾ എടുത്ത ലൊക്കേഷൻ ഏതാണെന്നുള്ളത് നൈസാട്ടോ. ടു ബി ഫ്രാങ്ക് നൈസാണ്, നല്ല റിലാക്സിങ് ആണ്, നല്ല വേറെ പോയി എന്താ പറയുക, നമ്മൾ വർക്കും സ്ട്രെസ്സും ഇതൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ കണ്ടിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറംകാർക്കും കോഴിക്കോട്ടുകാർക്കും ഇവിടെ എടുത്താണ്, ഭയങ്കര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് മോർണിംഗ് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് 5 ആയി. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാതെ വരുന്നുണ്ടെങ്കിൽ ബെറ്റർ. അത്യാവശ്യം പ്രായക്കാർക്ക് ഇങ്ങോട്ട് കയറിയാലും നല്ല നൈസാണ്. ഇവിടെ ഇരുന്നിട്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. എന്നാ ജിനി പറഞ്ഞ പോലെ കുറിച്ചില്ല ഇവിടെ വീഡിയോ കോളൊക്കെയാണ്. ഇതാരും ഓ ഫാൻ ബോയ് ഹിയർ. നമ്മുടെ ഫാൻ ബോയ് അന്നോടെ അന്നേ ഞാൻ പറഞ്ഞ NSS ചേരണ്ട, അപ്പൊ ഒന്നും കേട്ടില്ല. BKന്റെ സ്വന്തം മുതലാണ്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞാണ് NSS കയറണ്ട, അപ്പൊ കേട്ടില്ല. BKനെ പറ്റി എന്താ പറയണ്ടേ? ഞാൻ ഒരു ദിവസം ടൂർ പോയിട്ടോ. ഞാൻ ടൂർ പോയിട്ട് പിറ്റേ ദിവസം ഞാൻ ചെന്നാണ്ട് പറഞ്ഞ ടൂർ പോയതാണ്. സാറിനോട് 2 ദിവസം മിണ്ടിയില്ല. 2 ദിവസം മിണ്ടിയില്ലാന്നാ? സാറിന്റെ പെറ്റ് പെറ്റാ? നിഷ്മ അർജുൻ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ കുരിശ് നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വാഷ്റൂം പോയപ്പോഴാണ് നമ്മൾ ആ കുരിശിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഈ റോഡ് വഴി ഇങ്ങനെ വന്ന് അതിൻ്റെ താഴെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ 2 കുരിശുകൾ ഒരു ഫ്രെയിമില്. മാലാക യൂദാസാണ്, റേഷൻ പിടിക്ക് പോണ്. എന്തെന്ന് മണ്ണെണ്ണ എന്റെ അലാറല്ലത്. അങ്ങനെ ഞാൻ ഓഫീസിൽ പോകാൻ അലാറം അടിച്ച് ഞാൻ എൻ്റെ സുട്ടു. കോടംകൂടി വന്നപ്പോൾ ഇവിടുത്തെ ആ ഒരു ആംബിയൻസേ മൊത്തം മാറി. ഇത് ക്യാമറയിൽ കാണുന്ന പോലെ ഒന്നല്ല, സ്ട്രൈറ്റിൽ നല്ല രസമാണ്. നമ്മളെ ഒപ്പല്ല കുഞ്ഞാക്കിയും എൻ്റെ പെങ്ങളും കൂടിയാണ് ആ പോകുന്നത്. അവർ ഇനി നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരു മല ഉണ്ടായിരുന്നു, ഞാൻ വന്നപ്പോൾ കാണിച്ച വീഡിയോയിലുണ്ട്. ആ മലയുടെ മേലേക്ക് നമ്മളൊരു ടീം ഫുള്ള് അവിടെ എത്തിയിട്ടുണ്ട്, ഫുൾ റെസ്റ്റിലാണ്. അങ്ങനെ കുരിശുമല ഇറങ്ങി വന്നെങ്കിൽ അടുത്ത മലയിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഫുള്ള് കോടയായി. അതല്ലെങ്കിലും അങ്ങനെയാണ് സംഭവം. കുഞ്ഞാക്ക ടെൻഷനിലാണ്. നിനോ വീട്ടിൽ ചെന്ന എന്തേക്കാരം ഏകദേശം ഉണ്ടാവാൻ പോണേ? എന്തേക്കാരം നല്ല കട്ടോടൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ എൻ്റെ ഉമ്മ കണ്ടിട്ട് ലാസ്റ്റ് ഉമ്മ എന്തേക്കാരം അതുകൊണ്ട് നിനുവിന്റെ കാര്യം തീർന്നു. പക്ഷെ പിന്നെ പുതിയ ബൈക്ക് ഓൾറെഡി സ്വിമ്മിംഗ് പൂളിന്റെ റിസോർട്ടും തപ്പി നടക്കുന്നു ഇവിടെ ഉമ്മ. അപ്പോഴാണ് ഇങ്ങനെ ഒരു കുറച്ചതി അവളം മോളും. അതെ, അങ്ങനെ കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മലയിലോട്ടുള്ള ഷോർട്ട് കട്ടാണ് ഇവിടെ പറഞ്ഞത്. സാധാരണ അവിടെ റോഡുണ്ട് ഈ ഏരിയ കൂടെ, അതിലേ നമ്മൾ പോയിരുന്നു. അപ്പോൾ നമ്മളെ ജീപ്പുകാരനാണ് പറഞ്ഞത് അതിലെ പോയ ആ റൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പോകാനുള്ളത്. ആക്ച്വലി ദിസ് ഇസ് നൈസ്. എൻ്റെ അനിയത്തിൻ്റെ പോലെ തന്നെയാണ്, കുറച്ച് ത്വര കൂടുതലാണ്. എന്നിട്ട് അവിടെ എവിടെയും പോയി ഇങ്ങനെ നിൽക്കും കേട്ടോ, അവരെ ഉണ്ടാവും. എല്ലാത്തിനും കുറച്ച് ത്വര കൂടിയ ഐറ്റംസാണ്. അതുകൊണ്ടാണ്
ഇങ്ങനത്തെ ഓരോ ട്രിപ്പ് വരുമ്പോഴത്തേനും എല്ലാം കൂടെ ചാടി ഇറങ്ങി പോയിരുന്നു. എന്താടാ എത്ര മാസം? അതിന്റെ ശരിയാണ്. അവജാ പറഞ്ഞ എഫക്റ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോ അവിടെ ഇത് പിന്നെ എല്ലാ മലയാളത്തിനും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്പോട്ടിലെത്തിയ കൂവിച്ചില്ലെങ്കിൽ ഭയങ്കര ഇതാണ് സംഭവിക്കാൻ പോണേ. ഇവിടെ ലവന്മാര് ഇതിന്റെ മേലെ ലവന്മാരോട് കൂവും. അപ്പോൾ അവന്മാര് തിരിച്ചും പോവും. അതൊരു വൈബ് തന്നെ കേട്ടോ. ഞങ്ങൾ മേലെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും സ്ഥിരം നടക്കുന്ന സംഭവമാണ്. വേണ്ട എല്ലാവരും കൂടെ ഇങ്ങനെ വരി ആയിട്ട് പോവുക. ഭയങ്കര രസമാട്ടോ. ഇതൊന്നും ക്യാമറയിൽ കാണുന്ന പോലെയല്ല. ക്യാമറയിൽ നമ്മൾ ഈ വൈഡ് ആംഗിളിൽ കാണുന്നൊന്നും ഒന്നുമല്ല. സ്ട്രൈറ്റ് ആയിട്ട് കാണുമ്പോൾ വേറെ തന്നെ വൈബാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ റോട്ടിലേന്ന് വരുന്നുണ്ട്. അതിങ്ങനെ അത്യാവശ്യം കറങ്ങി വരണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് കട്ടിലൂടെ നമ്മൾ വന്നത്. അങ്ങനെ ജിജു എങ്ങട്ടാ? അങ്ങനെ ഞങ്ങളൊരു ഭാഗം കരയുന്നുണ്ട്. മുന്നിലുണ്ടായിരുന്ന കുഞ്ഞാക്ക ഇപ്പൊ ബാക്കിലായി. ബാറ്ററിയില്ല ഇപ്പൊ തന്നെ. ഇത് ബാറ്ററി ഇല്ല. ഇതിപ്പോ എടുത്തോണ്ടോണ്ട് വരുന്നു ലാസ്റ്റ്. ഇത് റിതു എന്താ അവസ്ഥ? ജിജു ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഒറ്റക്ക് പോയി വെട്ടി വരുന്നുണ്ട്. ചൊറിയോ അല്ലേന്ന് കണ്ടറിയാ. ഇങ്ങനെയൊക്കെ ഈ ഒരു ട്രയലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. റിസ്കി ഷോട്ട് എടുക്കാനാണ് ഇതിന് വന്ന്. പക്ഷെ പണി പാളി തോന്നുന്നുണ്ട്. ഈ ട്രയൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ. കുറച്ച് കുത്തനെയാണ്. ലൂബി അവിടെ സ്റ്റക്കായിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. മാനു ആയാലും ബിജു ആയാലും ജിനിയാലൊക്കെ അത്യാവശ്യം ടയർഡായി. ഇവിടെ ഓരോരുത്തര് ഷർട്ട് വരെ ഊരി കളഞ്ഞു. ലൂബിയ ടയർഡാണോ? എല്ലാവരും അവിടെ മേൽ കയറിയിട്ടുണ്ട്. ഇവിടെ മൂലേരാണ്. മൂലേര് വരെ ഉണ്ട്. എല്ലാവരും ഉണ്ട് ഇതിന്റെ മേലെ. ഇതെന്താണ്? ഇത് എന്ത് പോസാണ് മാനോ? ഫോട്ടോ എടുത്തതിന് കുഴപ്പമില്ലല്ലോ. ഉസ്മാൻ എന്തോ റീൽ എടുക്കാനുള്ള പ്ലാനാണ്. ഇയാളൊക്കെ സെറ്റായി ഇറങ്ങനെ. ആ പല്ലൊന്ന് പുറത്ത് കാണിച്ച. ഇങ്ങനെയാണ് റീൽ ഉണ്ടാക്കല്. കണ്ടോളി. കക്കടംപോയിലെ KSRTC ഉണ്ട് ഇറങ്ങല്ലേ. ഫാമിലിയായിട്ട് വരുമ്പോ ഇതേപോലെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സ് ആയിട്ടും വരുമ്പോ ഇതേപോലെ ഇങ്ങനെ നടന്നു വരുന്നത് കാണാം. ഇത് ഇതേപോലെ ഒരു ഫാമിലിയാണ് തോന്നുന്നത്. കാണോ ഇങ്ങനെ വരിയായിട്ട് എല്ലാവരും കൂടെ നടന്നു വരുന്നത് കാണാം. അങ്ങനെ ഇവിടുത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷം നമ്മളെ 200 റുപ്യൻ്റെ ഒരു റെയിൻകോട്ട് മിസ്സിംഗ് ആണ്. ഫൈനലി ഈ ഫൗണ്ട് ഇറ്റ്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളെല്ലാരും കൂടി ഇങ്ങനെയാണ് ടാസ്ക് അല്ലേ? അപ്പൊ സെറ്റല്ലേ? എല്ലാവർക്കും സുഖമാണ്. പക്ഷെ ഇറങ്ങാൻ സീന കണ്ടറിയാം. ഇവിടെ ഇപ്പൊ കണ്ടോ കോടയൊന്നുമില്ല. ഫുള്ള് വെയിലായി തുടങ്ങി. നമ്മള് വേർക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ എല്ലാരും കോട്ട് പോയി ഇറങ്ങിക്ക. അതും എടുത്തിട്ട് റീതു പണ്ട് വർക്കലേ പോയി ടാൻ അടിച്ചു ഇറങ്ങിട്ട് വെയിലിറങ്ങുമ്പത്തിന് അന്നത്തെ ടാന് പോയതാ ഇല്ല. അപ്പൊ ഇന്നെങ്കിൽ ടാൻ എടുക്കാനോ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. അങ്ങനെ നമ്മളെ ടീം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കക്കടംപോയത്തെ ട്രക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മൾ നല്ല ടൈമിലാണ് ടച്ച് ചെയ്തത്. നമുക്കങ്ങനെ ദിവസം നമ്മൾ ഇറങ്ങിയ ദിവസമായാലും ടൈം ആയാലൊക്കെ പക്കയായിരുന്നു. നമ്മൾ എന്താ പറയുക വീക്കെൻഡിൽ ഇറങ്ങാതെ വർക്കിംഗ് ഡേയ്സിൽ ഇറങ്ങിയോണ്ട് തന്നെ അങ്ങനെ ഭയങ്കര റഷ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ നല്ല സുഖമായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ലതായിരുന്നു വർക്കിംഗ് ഡേയ്സ്. പിന്നെ ഈ ടൈമിൽ വരണം. ഇപ്പൊ നല്ല വെയിലായി. സത്യം പിന്നെ മോർണിംഗ് വന്നോട്ടെ നമുക്ക് നല്ല കോട കിട്ടി. പിന്നെ നമുക്ക് നല്ല മഴ കിട്ടിയിട്ട് നമ്മൾ വരുന്ന ടൈമിൽ. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ഇറങ്ങിയ ടൈമും ഡേ ഒക്കെ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു വെയിലുണ്ട്. പക്ഷെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. എപ്പോൾ വെയിലാണെങ്കിലും
കുറച്ച് നല്ല നല്ല തണുപ്പ് വരുന്നുണ്ട്. സീനൊന്നുമില്ല, അടിപൊളിയാണ്. പക്ക നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ജിജു റേഷൻ കടയിൽ പോകുന്നുണ്ട്. നേരത്തെ കുപ്പി ഉണ്ടായിരുന്നു, കുപ്പി എവിടെയാണാവോ മേലെ ഡസ്റ്റ്ബിനിലേറ്റ കൊണ്ടുപോയിട്ട് വന്ന്. തിരിച്ചിറങ്ങല് ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇന്നും സ്ഥിരം പരിപാടി, എവിടെ പോയാലും അവിടുത്തെ ചെടി ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ട്രക്കിക്കും ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് പാർക്കിങ്ങിലെത്തി. എന്താണ് ഗായ്സ് അവസ്ഥ? സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പൊ ഇങ്ങനെ ബൈ ടു കക്കാടംപൊയിൽ ഇവിടെ എല്ലാരും. അപ്പൊ എന്നാ അതുപോലെ എത്തിക്കോ. വരുന്ന വഴിക്ക് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ ഓൾറെഡി ആൾക്കാരുണ്ടായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പറ്റുന്നില്ല. പോകണം. പിന്നെ എല്ലാവർക്കും ലേറ്റായി തുടങ്ങി. കുറച്ച് ചുറ്റുപാടുണ്ട്.